يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ അലഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അലഖിലെ വറബ്ബുക്കൽ അക്രം എന്ന ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല വലിയ ഔദാര്യവാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പറയുകയാണ്, വറബ്ബുക്കൽ അക്രം, ഇഖ്റ വറബ്ബുക്കൽ അക്രം, നബിയെ അങ്ങ് വായിക്കണം. വറബ്ബുക്കൽ അക്രം, അങ്ങയുടെ രക്ഷിതാവ് വല്ലാത്ത ഉദാരനാണ്, അത്യുദാരനാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരായിരുന്നു നമ്മൾ. അള്ളാഹു നമുക്ക് അണിയിച്ചൊരുക്കിയ സുഖങ്ങളുടെ കലവറയാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്താൻ ഒരുപാട് വഴികൾ അള്ളാഹുതആല പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വഴികൾ എല്ലായിടത്തൊക്കെ എളുപ്പവഴി ഉണ്ടാവും എന്നതൊരു സത്യമാണല്ലോ, അല്ലേ? വഴികളിടത്തൊക്കെ എന്തുണ്ടാവും? എളുപ്പവഴി ഉണ്ടാവും. സ്വർഗത്തിലെത്താനും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഒരുപാട് എളുപ്പവഴികൾ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായൊരു വഴിയാണ്. നമ്മൾ ദിവസവും 5 നേരം വുളൂ ചെയ്യാറുണ്ടല്ലോ. ആ വുളൂവിൻ്റെ ശേഷം ആകാശത്തേക്ക് കണ്ണുയർത്തി കൈ ഉയർത്തി ചൊല്ലുന്നൊരു ദുആ, അത് പതിവാക്കിയാൽ സ്വർഗത്തിൻ്റെ 8 വാതിലിലൂടെ ഏത് വാതിലൂടെ വേണമെങ്കിലും കടക്കാം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ 3 വരിയുള്ള ചെറിയൊരു ദുആ, 3 or 4 വരിയുള്ള വളരെ ചെറിയൊരു ദുആ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ ദുആ ചൊല്ലിയാൽ, മനസ്സറിഞ്ഞ് പകലിൽ ചൊല്ലിയാൽ, അങ്ങനെ പകൽ മരണപ്പെടുകയും ചെയ്താൽ സ്വർഗം ഉറപ്പ്. രാത്രിയാണെങ്കിലോ മനസ്സറിഞ്ഞ് രാത്രി ചൊല്ലിയാൽ, രാത്രി മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ്. സ്വഹീഹ ഹദീസിലുള്ള സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണിതൊക്കെ. അള്ളാഹുവിനെ പേടിച്ചൊന്ന് കരഞ്ഞാൽ ആ കണ്ണ് പിന്നെ നരകം തൊടൂല എന്നാണ് ഹദീസ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനൊന്ന് ആലോചിച്ച് പേടിച്ചിട്ടൊന്ന് കരഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിയുന്ന, വളരെ എളുപ്പം കഴിയുന്ന ഒരു പണിയാണിത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ കരയാറുണ്ട്. ഒരു രാത്രി തഹജ്ജുദിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ അള്ളാഹുവിൻ്റെ അദാബ് ഓർത്തിട്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓർത്തിട്ട് ഒന്ന് കരഞ്ഞാൽ ആ കരച്ചിൽ പിന്നെ എന്താവില്ല, ആ കണ്ണ് പിന്നെ നരകം തൊടൂല എന്നാണ്. കണ്ണ് നരകം തൊടൂല എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആളും നരകത്ത് പോവില്ല. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഈത്തപ്പന വേണോ? ചെറിയൊരു ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദി ഗുരിസത് ലഹു നഖ്റത്തുൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ ഒരു ഈത്തപ്പന അവനോട് നടപ്പെടും എന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ചൊല്ലിയാൽ. ഒരുപാട് മരങ്ങൾ വേണോ? സ്വർഗത്തിലെ വലിയ തോട്ടക്കാരനാവാം നിങ്ങൾക്ക്. ഇവിടെയൊക്കെ വലിയ എസ്റ്റേറ്റുകാരുള്ള, അല്ല വലിയ എസ്റ്റേറ്റുകാരാണ്, വലിയ തോട്ടങ്ങളുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ പല ആളുകളും. സ്വർഗത്തിൽ വലിയ തോട്ടക്കാരനാവണ്ടേ? പല ഐറ്റംസ് മരങ്ങളുള്ള തോട്ടം വേണം സ്വർഗത്തിൽ. അതിനും വളരെ ചെറിയൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോ ഐറ്റം മരങ്ങൾ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കപ്പെടും നമുക്ക് വേണ്ടി. അതൊക്കെ മനസ്സറിഞ്ഞ് നല്ല റാഹത്തോടു കൂടി വിശ്വാസം ഉണ്ടായിട്ട് ചെല്ലണം. പറഞ്ഞു നോക്കുക, കിട്ടിയ അങ്ങനെയല്ല. ആ ഒരു അഴുകുഴമ്പൻ നിലപാടൊന്നും ഈ വിഷയത്തിൽ പറ്റൂല. ഈ ദിക്റും ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ച് മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടെ നമ്മൾ ചൊല്ലിയാൽ ഇതൊക്കെ കിട്ടുമെന്നുള്ളതിലും ഒരു സംശയവുമില്ല. അത്രയും ഔദാര്യവാനാണ് അല്ലാഹു തആല. 4-5 മണിക്കൂർ ഒരേ ഇരുത്തമിരുന്ന് ദിക്ർ ചൊല്ലുന്നതിലേറെ പുണ്യം ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് അടങ്ങിയൊരു ദിക്റിനുണ്ട്. ഒരുപാട് നേരം ഇരുന്ന് ദിക്ർ ചൊല്ലിയ പ്രതിഫലം ഒരു ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു തആല നമുക്ക് തരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. നല്ല ഒരു ദിക്റാണിത്. ഒരുപാട് സമയം ഇരുന്ന് ദിക്ർ ചൊല്ലുന്ന പ്രതിഫലം ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഇത് ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ഈ വിഷയം. ജുവൈരിയ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തുപോയപ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ മുമ്പ് വിഷയം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി പോകുമ്പോഴും ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ നമസ്കാരം കഴിഞ്ഞിരുന്ന് ദിക്ർ ചൊല്ലുകയാണ്. പുറത്തുപോയി 2-3 മണിക്കൂറുകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോഴും മഹദി അവർകൾ ഇരുന്ന് ദിക്ർ ചൊല്ലുക തന്നെയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, നിങ്ങളിപ്പോൾ ഇരുന്ന് ഈ ദിക്ർ ചൊല്ലിയതിനേക്കാളൊക്കെ കൂലി ഞാൻ ഒരു സംഗതി പറഞ്ഞതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊടുത്തത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. നിങ്ങൾ ഇതുവരെ പറഞ്ഞ് ചൊല്ലിയതിനേക്കാളൊക്കെ ഞാൻ ഈ പറഞ്ഞത് വെച്ച് തൂക്കി നോക്കിയാൽ കനം തൂങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ ഉണർത്തുകയാണ്. അപ്പോൾ അല്ലാഹു തആല വളരെ ചെറിയ ചെറിയ സംഗതികൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണം നമുക്ക് ഓരോ വഴികൾ കാണിച്ചു തരികയാണ്. അത്രയും സ്നേഹമാണ് നമ്മോട് എന്നർത്ഥം. മനസ്സിൽ ഈമാനിൻ്റെ ചെറിയൊരു കണിക ഉണ്ടെങ്കിൽ സ്വർഗം ഉറപ്പാണല്ലോ, അങ്ങനെയാണല്ലോ. മിസ്ഖാലു ഹബ്ബ, ഈമാൻ ഉണ്ടെങ്കിൽ എന്താവില്ല, നരകത്തിൽ കിടക്കുകയില്ല എന്നാണ്. തെറ്റുകൾക്കുള്ള ശിക്ഷ കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ നിന്ന് എന്തായാലും അല്ലാഹു തആല പുറത്തു കടത്തും. അല്ലാഹു തആല നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഏത് വലിയ പാപങ്ങളാണെങ്കിലും ശരിയായ തൗബ ചെയ്താൽ പുറത്തു വരുന്നില്ലേ? നമുക്ക് ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പിന്നെ ആരുടെ മുമ്പിലും തല കുനിക്കുകയോ അങ്ങനെയൊന്നും മുസ്ലിമായ മനുഷ്യന് ചെയ്യേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് ചെയ്ത തെറ്റുകൾ ഖേദിച്ച് ഇനി ചെയ്യൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അതാണ് തൗബ. അള്ളാഹു തആല അത് സ്വീകരിക്കും. ശിർക്കല്ലാത്ത എല്ലാ തെറ്റുകളും അള്ളാഹു തആല പുറത്തു തരും. ചെറിയ ചെറിയ തെറ്റുകൾ ചെറിയ നന്മകൾ കൊണ്ട് തന്നെ അള്ളാഹു തആല പുറത്തു തരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ പള്ളിയിലേക്കുള്ള നടത്തം, പള്ളിയിലേക്ക് നടന്നാൽ പോലും ആ നടത്തം കൊണ്ട് ഒരടി പൊന്തുമ്പോൾ നമ്മുടെ ഒരു തെറ്റ് പുറത്തു തരും. മറ്റൊരു അടി വെക്കുമ്പോൾ നമ്മുടെ ഒരു ദറജ അള്ളാഹു തആല ഉയർത്തിത്തരും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളൊക്കെ കഴിയുമെങ്കിൽ വണ്ടിയിൽ പോകാതിരിക്കുന്നതിനാണ് നല്ലത്. പള്ളിയിലേക്കൊക്കെ ഒരു വിധം കഴിയുമെങ്കിൽ, വലിയ ദൂരമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, കഴിയുമെങ്കിൽ നടന്നിട്ട് തന്നെ പോവുക പള്ളിയിലേക്ക്. കാരണം അത്രയും കൂലിയാണെന്നാണ്. സഹാബത്ത് മദീന പള്ളിയിൽ നിന്ന് ദൂരെ താമസിച്ചിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയോട് അൻസാരിയിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു വണ്ടി, ഒരു കഴുതയോ ഒരു ഒട്ടകം എന്തോരം വാങ്ങിക്കൂടെ, എന്നെ പള്ളിയിലേക്ക് വരാൻ ഒരുപാട് നടക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, നടന്നിട്ടുള്ള കൂലി എനിക്ക് കിട്ടണം. വേറെ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് പള്ളീൻ്റെ അടുത്തേക്ക് വീടായി കൂടെ, എന്നാൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാമല്ലോ, എപ്പോഴും പള്ളിയിൽ വരാമല്ലോ. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് നടന്നു വരണം, ആ ഓരോ ഖുതുവത്തിനും എനിക്ക് കൂലി കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം ആ സ്വഹാബി ഒന്ന് പറയുകയും ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ജമഅല്ലാഹു ലക ദാലിക കുല്ലുഹു, ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടും. അതായത് പിന്നെ പള്ളിയിലേക്ക് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രതിഫലവും തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ആ പ്രതിഫലവും ആ നടത്തത്തിനൊക്കെ ഓരോ അടിക്കും നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദർജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് കിട്ടും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിന് കാത്തിരുന്നാൽ നിസ്കരിക്കണ അതേ കൂലി. സുബ്ഹാനല്ലാഹ് വറബ്ബുക്കൽ അക്രം എന്ന ആയത്തിന് എങ്ങനെയാണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്? ഒരാൾ നിസ്കാരത്തിന് കാത്തിരിക്കാണ്, പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ട് ഇഖാമത്ത് കൊടുക്കാൻ കാത്തിരിക്കാണ്, നിസ്കരിക്കുന്ന അതേ കൂലി എന്നാ പറഞ്ഞു. ഇന്ന അഅ്ളമൻ നാസി അജ്റൻ ഫിസ്സലാത്തി അബ്അദഹും ഇലൈഹാ മംശാ. നിസ്കരിക്കാൻ വരുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. നിസ്കരിക്കാൻ വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള ആൾ ദൂരം നിന്ന് നടന്നു വരുന്ന ആളുകളാണ്. ഫഅബ്അദഹും, പിന്നെ അതിനേക്കാളും ദൂരം നിന്ന് നടന്നു വരുന്ന ആളുകൾ. അതുപോലെ തന്നെ എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലദി യൻതളിറു സ്വലാത ഹത്താ യുസല്ലിഹ അലൽ ഇമാമി, നിസ്കാരം കാത്തിരുന്ന് ഇമാമിനോട് കൂടെ നിസ്കരിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ അഅ്ളമു അജ്റൻ, ഏറ്റവും കൂടുതൽ കൂലിയുള്ള ആളാണ് മിനല്ലദി യുസല്ലിഹ സുമ്മ യനാമു, വേഗം നിസ്കരിച്ചിട്ട് കടന്നുറങ്ങുന്ന ആളെക്കാട്ടിലും ഏറ്റവും കൂലിയുള്ള ആളാണ്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കും പ്രതിഫലമാണ്, നിസ്കരിക്കുന്ന കൂലിയാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് പറയപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കാൻ ഇരുന്ന വെറുതെ കാത്തിരുന്ന കൂലിയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരുന്ന് സൂര്യൻ ഉദയം ചെയ്യുന്നത് വരെ ഇരുന്ന് ദിക്റുകളും തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ട് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇശ്റാഖിൻ്റെ നിസ്കാരവും നിസ്കരിച്ച്, അതല്ലെങ്കിൽ ദുഹാ നിസ്കാരവും നിസ്കരിച്ച് അവിടെ നിന്ന് പോന്നാൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നൽകുന്ന അല്ലാഹു തആല, പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നൽകുന്ന അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ്. വെറും 2 റക്അത്ത് നിസ്കരിച്ചാൽ 360 രൂപ ഡെയിലി സദഖ ചെയ്ത കൂലി തരുന്ന അല്ലാഹു തആല.
സാന്ദർഭികമായ ഒരു കാര്യം കൂടെ പറയട്ടെ. പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലി ഇശ്റാഖ് കഴിഞ്ഞ് പുറത്തു വരുന്ന ആണുങ്ങൾക്ക് മാത്രമേ ഈ പ്രതിഫലമുള്ളൂ എന്ന് ധരിക്കേണ്ടതില്ല. ഉലമാ ഈ ഹദീസ് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകൾക്കും വീട്ടിൽ ഇതേപോലെ ചെയ്താൽ അവർക്കും ഇതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ചാൽ ദിവസവും 360 റിയാൽ അല്ലെങ്കിൽ 360 രൂപ സദഖ ചെയ്ത കൂലി അല്ലാഹു തആല തരുന്നുണ്ട്. എന്താണെന്നറിയോ സംഭവം? ശരിക്ക് കണക്ക് പ്രകാരം നമ്മളെല്ലാവരും ദിവസവും കൊടുക്കേണ്ട സദഖ ചെയ്യേണ്ട തുകയാണത് 360 രൂപ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, 360 കണിപ്പുകളുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ. 360 കണിപ്പുകൾ. 360 കണിപ്പുകൾക്കും വേണ്ടി നിങ്ങൾ സദഖ ചെയ്യണം എല്ലാ ദിവസവും. അപ്പോൾ 360 ഉറുപ്പിക കൊടുക്കണം എന്നർത്ഥം അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ശരീരത്തിൽ കണിപ്പുകൾ, ജോയിൻറ്റുകൾ നമ്മളൊന്നും അറിയാതെ ഇളകുന്നു, മടങ്ങുന്നു, അല്ല ഇരിക്കാനും നടക്കാനും കിടക്കാനും എല്ലാത്തിനും പറ്റുന്ന രൂപത്തിൽ ഇതൊക്കെ അല്ലാഹു തആല അങ്ങനെ ചെയ്തു തരാണ്. എന്താ നമ്മൾ തിരിച്ചു കൊടുക്കണത്? നന്ദികേടാണ് നമ്മൾ തിരിച്ചു കൊടുക്കണത് അല്ലേ? നാണം വേണ്ട മനുഷ്യന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞപ്പോൾ 360 രൂപ നിങ്ങൾ ദിവസവും 360 കണിപ്പുകൾക്ക് വേണ്ടി സദഖ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ എനിക്ക് ആർക്കാ കഴിയുക? ഇത്രയൊക്കെ ഇപ്പോൾ പൈസ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ആർക്കതിന് കഴിയാന്ന് ചോദിച്ചു. അപ്പോഴാണ് അതിനുള്ള വിവിധ വകുപ്പുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അള്ളാഹു അറിയിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യം നോക്കണം. നമ്മൾ വഴിയിലുള്ള ഒരു മുള്ള് എടുത്ത് കളയുന്നതൊരു സദഖയാണ്. നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആണിയോ സ്ക്രൂവോ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടാലേ ആണ് പോവല്ല, അതെടുത്തിട്ടൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ആൾ കയ്യിൽ തട്ടാതിരിക്കാൻ. ഒരു പഴത്തൊലി കിടക്കേണ്ട നിലത്ത് അതെടുത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. സദഖയാണ്. 361 അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് സദഖയാണ്. വകുല്ലു തസ്ബീഹത്തിൻ സദഖ, സുബ്ഹാനല്ലാഹ് സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, അൽഹംദുലില്ലാഹ് സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, അല്ലാഹു അക്ബർ സദഖയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖ, നല്ലത് കൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്. ചീത്ത കാര്യം കണ്ടാൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് സദഖയാണ്. രണ്ടാളുകൾക്കിടയിൽ നീതി പാലിക്കൽ സദഖയാണ്. ഒരാൾ എന്തെങ്കിലും ലോഡോ ചുമടോ വാഹനത്തിലേക്ക് കയറ്റാൻ പ്രയാസമുണ്ടെങ്കിൽ അത് തലയിൽ വെച്ച് വരുന്നുണ്ടെങ്കിൽ അത് വാങ്ങി നമ്മളതൊന്ന് ഏറ്റിക്കൊടുക്കൽ, അതല്ലെങ്കിൽ സഹായിച്ചു കൊടുക്കൽ സദഖയാണ്. നല്ല വാക്ക് പറയൽ സദഖയാണ്. പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ ഖുത്വത്തും ഓരോ ചവിട്ടടിയും സദഖയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ സദഖയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ 360 പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പണികളാണ്. എന്നിട്ട് ഈ ഹദീസിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സഹാബത്തിനോട്, നിങ്ങൾക്ക് കേൾക്കണോ, ഈ പറയപ്പെട്ട 360 രൂപയുടെ ആ സദഖക്കും അതല്ലെങ്കിൽ ഈ പറയപ്പെട്ടതിനൊക്കെ പകരം നിൽക്കുന്ന 2 റക്അത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ഈ പറയപ്പെട്ടതിനൊക്കെ അത് പകരമാണ്, മതിയാവുന്നതാണ്. അതാണ് അൽദുഹാ. ദുഹാ നിസ്കാരം നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ പറയപ്പെട്ടതിനൊക്കെ പകരമാണ്. വേറെള്ളൊന്നും ചെയ്യണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ദുഹാ നമ്മൾ നിസ്കരിക്കുക, മറ്റുള്ള സദഖകളൊക്കെ എമ്പാടും ചെയ്യുക. ഈ തക്ബീർ, തഹ്ലീൽ, തസ്ബീഹ് ഇതൊക്കെ നമുക്ക് എമ്പാടും ചെയ്യാവുന്നതേ ഉള്ളൂ. പള്ളിയിലേക്ക് നടക്കുമ്പോൾ അതൊക്കെ ഒരു കരുത്തുണ്ടാവുക മനസ്സിൽ. റബ്ബേ ഇതൊക്കെ നീ സദഖയെ ഖബൂൽ ചെയ്യണേ. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ. പോകുമ്പോൾ ഒരു വഴിയോടെ പോവുക, വരുമ്പോൾ മറ്റൊരു വഴിയോടെ വരിക. ചവിട്ടടിയിൽ എണ്ണം കൂടട്ടെ, ഓരോന്നിനും എൻ്റെ തെറ്റുകളെ പുറത്തു തരണം. ഇതൊക്കെ സദഖയായി പരിഗണിക്കുന്ന നമ്മൾ കരുതുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ്. വേറെ ഹദീസിൻ്റെ റിവായത്തിലുള്ളത് 360 ഉറുപ്പിക കൊടുക്കാൻ നിങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫറകഅത്ത ദുഹാ തുജ്സിഉക, ദുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഇതിന് മതി. അപ്പോൾ നമ്മുടെ കണിപ്പുകൾക്ക് അള്ളാഹുവിന് ചെയ്യുന്ന ശുക്റായി നമുക്ക് ദുഹാ നിസ്കാരത്തെ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ നല്ലൊരു നിയ്യത്തോടുകൂടെ ആ ഒരു നല്ല ഉദ്ദേശത്തോടെ ദുഹാ നിസ്കരിച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ മസിൽ വേദനകൾ, നമ്മുടെ ജോയിൻ്റ് വേദനകൾ, നമ്മുടെ ഊര, മുട്ട്, ഈ വേദനകൾ, ഇതുപോലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റി തന്നേക്കാം നമ്മുടെ നിയ്യത്ത് നന്നാകുകയാണെങ്കിൽ. 2 റക്അത്താണ് ദുഹാ നിസ്കാരം അല്ലേ? 4, പിന്നെ അതിൻ്റെ ഒരു മധ്യനില 4 എപ്പോഴും 2 തന്നെ ചുരുക്കണ്ട. ഇടയ്ക്കൊക്കെ 4 റക്അത്ത് നിസ്കരിക്കുക. കൂടിയാൽ 8 റക്അത്താണ്. ഏറ്റവും അഫ്ളൽ 8 റക്അത്താണ്. അതുപോലെ തന്നെ കൂടിയാൽ 12 റക്അത്താണ്. ഇങ്ങനെയാണ് അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം. അപ്പോൾ 2 നിസ്കരിച്ചുകൊണ്ടിരിക്കുക. എന്നും അങ്ങനെ തന്നെ പതിവാക്കണ്ട. ഇടയ്ക്കൊക്കെ 4 നിസ്കരിക്കുക. പറ്റുകയാണെങ്കിൽ 8, പ്രത്യേകിച്ച് റമളാൻ മാസങ്ങളിലൊക്കെ. എന്തായാലും ദുഹാ നിസ്കാരം നമ്മൾ ഒരിക്കലും ഒരിക്കലും മുടക്കാതിരിക്കുക. പരമാവധി കൊണ്ട് നടക്കുക.
അതും തന്നെ കുറച്ചൊക്കെ പിന്തിച്ച് ഒരു 9-10 മണി ആ ഒരു സമയത്തൊക്കെ അതിൻ്റെ ഒരു നല്ല ടൈമാണ്. ആ സമയത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ശരിക്കും മനസ്സിൽ നിഫാഖില്ലാത്ത, മനസ്സിൽ കാപ്പിട്ടമില്ലാത്ത ആളുകൾക്ക് ഇത് നടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. നിഫാഖില്ലാത്ത മനസ്സ് ശുദ്ധമായ ആളുകൾക്ക് ഇത് പതിവായി നടക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ നമ്മൾ ഉലമാക്കൾ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ഔദാര്യമാണ് അല്ലാഹു തആല നമ്മോട് ചെയ്തു തരുന്നത്. ചെറിയ ചെറിയ സംഗതികൾക്ക് കൂലി തരാം. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ. നമ്മളെന്തെങ്കിലും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കേൾക്കാൻ അള്ളാഹുന് വലിയ ഇഷ്ടമാണെന്ന. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത് അറിയോ? പഠിച്ചോ നമ്മളെ തെറ്റുകളൊക്കെ പുറത്തു തരണം. സുബ്ഹാനല്ലാഹ്. എന്താണ് ഹദീസിലുള്ളത്? ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ വജഅലനി മിനൽ മുസ്ലിമീൻ. അതല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് വസ്ത്രം ഇട്ടിട്ട് നമ്മൾ വസ്ത്രം അണിയുമ്പോൾ അൽഹംദുലില്ലാഹി ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റുകളൊക്കെ പുറത്തു തരാൻ. ഹദീസിലുള്ളതാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹി ലദീ നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്ർ ചൊല്ലിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ തെറ്റുകളൊക്കെ പുറത്തു കിട്ടും. അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് അൽഹംദുലില്ലാഹി ലദീ കസാനി ഹാദാ തൗബ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഇതോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയോ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ പുറത്തു തരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്നും ചെയ്യുന്ന പണിയുള്ളതൊക്കെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ എപ്പോഴും ചെയ്യുന്നതല്ല. വസ്ത്രം ഇടാതെ നമ്മൾ ആരെങ്കിലും നടക്കാറുണ്ടോ? വസ്ത്രം ഇടാറുണ്ട്, ഉയരാറുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്ത് പതിവാക്കി വരുന്ന ആളുകളുണ്ടാവാം. ഇല്ലാത്തവർ ഇന്ന് മുതൽ കൃത്യമായി ഈ ഒരു നിയ്യത്തോടുകൂടി ഇതൊക്കെ സ്വതക്കയാവട്ടെ, എൻ്റെ തെറ്റുകൾ ഇതുകൊണ്ട് പുറത്തു കിട്ടട്ടെ. ഗുഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നല്ല എത്തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ കൂലി എനിക്ക് കിട്ടണം, എൻ്റെ തെറ്റുകളൊക്കെ പുറപ്പെടണം എന്ന ഉദ്ദേശങ്ങൾ ഇതൊക്കെ ചെല്ലിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇബാദത്തായി മാറുകയാണ്. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല സഹായിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.